ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായം 13-ാമത്തെ വാക്യം. ആ ദിവസം അവരിൽ രണ്ടുപേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൻ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ഒരു യാത്രയാണ്. പോകുന്നത് നല്ല ഒരു അന്തരീക്ഷത്തിലല്ല. ഇതുപോലെ പേടിയും ഭയവും, മുഖം മുഴുവൻ മ്ലാനതയും സങ്കടവും ദുഃഖവും ഒക്കെ മനസ്സ് നിറച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന ഒരു 15-ാമത്തെ വാക്യം നോക്കിക്കുക. യാത്രയിൽ ഒരു പ്രത്യേകതയുണ്ട്. സഹനങ്ങളിൽ തുണയാകുന്ന ദൈവത്തിന്റെ ഒരു പൂർണ്ണ ചിത്രം അവിടെ കാണാൻ പറ്റും. 15-ാമത്തെ വാക്യം. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടു പോകുമ്പോൾ യേശുവും അടുത്തെത്തി. ആ വാക്ക് രണ്ട് പ്രധാനപ്പെട്ടതാണ്. അടുത്തെത്തി. അടുത്ത വാക്ക് അവരോടൊപ്പം യാത്ര. രണ്ട് വാക്കുകൾ മറക്കരുത്. ഒരു പേനയുണ്ടെങ്കിൽ ജസ്റ്റ് വരച്ചു വെക്കൂ. അടുത്തെത്തി, അവരോടൊപ്പം. അടുത്തെത്തി, അവരോടൊപ്പം. ഇത് പ്രധാനപ്പെട്ടതല്ലേ? ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ വാദിച്ചും പല കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും സങ്കടവും വിഷമവും ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ പോകുമ്പോൾ യേശുവോ ദൂരെ ഒരു കാഴ്ചക്കാരനായി നോക്കി നിന്നു എന്നല്ല, അവരുടെ അടുത്തെത്തി. നിങ്ങളുടെ അടുത്തെത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് യേശു. നിങ്ങളുടെ അടുത്തെത്തി. അടുത്ത വാക്യം, അടുത്തെത്തി അവരോടൊപ്പം. അവരോടൊപ്പം യാത്ര. പുറകിന്നോ മുമ്പിന്നോ കുറച്ച് അകലെയായിന്നൊന്നുമല്ല, അവരോടൊപ്പം. ഒപ്പം എന്ന് പറഞ്ഞാൽ അത് ഒരത്തോടൊരം ചേർന്ന് മുട്ടിമുട്ടി നടക്കുന്നതിനാ ഒപ്പം നടക്കുക എന്ന് പറയുന്നു. ഇച്ചിരി മാറി പറഞ്ഞാൽ ഒപ്പം നടക്കും മക്കളെ എന്ന് പറയില്ലേ? ഒപ്പം നടക്കാൻ പറയും. ഒപ്പം നടക്ക്. ഞങ്ങളിവിടെ ഉണ്ട്. ഇല്ല, ഒപ്പം നടക്കുക, കയറി വാ. ഒപ്പം നടന്നൊരു ദൈവം. നിങ്ങൾ ജീവിതത്തിൽ തളർന്നും തകർന്നും ഒക്കെ പോകുമ്പോ ഇല്ലേ, ഒപ്പം നടക്കാൻ ആരും ഇല്ലാത്തത്? മാറിയിരിക്കുന്നവരാ പലരും. ഇതാ സഹനങ്ങളിൽ തുണയാകുന്നൊരു ദൈവത്തിന്റെ ചിത്രം എഴുതിയിരിക്കുന്നു. 17-ാമത്തെ വാക്യം 18-ാമത്തെ വാക്യവും ഒക്കെ വായിക്കുമ്പോൾ മനസ്സിലാകും അവരുടെ മുഖം മ്ലാനവതരായിരുന്നു എന്ന്. അതാണ് 16-ാമത്തെ വാക്യം. അവൻ അവരോട് ചോദിച്ചു, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? 17-ാമത്തെ വാക്യം. അവർ മ്ലാനവദനരായിരുന്നു. അവർ അതാണ് അവരുടെ അന്തരീക്ഷമതായിരുന്നു. നേരത്തെ വാക്യം വായിച്ച വചനത്തിന്റെയോ പേടിയും ഭയവുമുള്ള കഥ കടച്ചിരുന്നൊരവസ്ഥ. ഈ യാത്രയിലോ അവരുടെ ഹൃദയം ദുഃഖത്തിലായതുകൊണ്ട് മുഖം വരെ വാടി, മ്ലാനവതർ. ചിരിയൊന്നുമില്ല, സന്തോഷമില്ല. അങ്ങനെ പോവുകയാണ്. ശ്രദ്ധിക്കൂ, അവരുടെ അടുത്തായി എത്തിയത്, അവരോടൊപ്പമാ യാത്ര ചെയ്തത്. നിങ്ങളുടെ ജീവിതയാത്ര ഇതുപോലെയുള്ള സങ്കടങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ അടുത്ത് വരുന്നൊരു ദൈവമുണ്ട്. അവസ്ഥ അറിഞ്ഞ്, കേട്ടോ, അതൊരു പ്രധാനപ്പെട്ടതാ. അവസ്ഥ അറിയാതെ വന്നവരൊക്കെ വേഗം പോവും. അവസ്ഥ അറിഞ്ഞു വരുന്നവർ ചേർന്ന് നിൽക്കും. അങ്ങനെയുള്ളൊരു കുറവാ കേട്ടോ. അങ്ങനെയുള്ളൊരു കൂട്ടത്തിൽ കുറവാ, കുടുംബത്തിൽ കുറവാ, നാട്ടിൽ കുറവാ, കിട്ടാനില്ല അങ്ങനെയുള്ളവരെ. ദൈവം, അങ്ങനെ ഒരു ദൈവമുണ്ട്. അവസ്ഥ അറിഞ്ഞ് നിന്റെ ഒപ്പം നിൽക്കുന്നൊരു ദൈവം. നിന്റെ ഒപ്പം. അയ്യോ, ഇയാളുടെ കൂടെ നടക്കുന്ന നാണക്കേടാണ്, അയ്യോ ഇവരുടെ വീട്ടിൽ നിന്ന് ചേർന്ന് നിൽക്കുന്ന നാണക്കേടാ, ഇച്ചിരി മാറി നിന്നേക്കാം. അങ്ങനെയല്ല, അവരോടൊപ്പം, ഒപ്പത്തിനൊപ്പം നിൽക്കാൻ ദൈവമുണ്ട്. ഒപ്പത്തിനൊപ്പം. അടുത്ത വാക്യം വായിച്ചു വരുമ്പോൾ അങ്ങനെ അവർ പറഞ്ഞു 27-ാമത്തെ വാക്യം 28-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോട് നടന്ന് 60 സ്താദിയോട് ദൂരെ നടന്ന് എത്തേണ്ട സ്ഥലത്ത് എത്തി, അടുത്തെത്തി. അവനാകട്ടെ, ആ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കണം. ആ വാക്യത്തിനകത്ത് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അവനാകട്ടെ, യേശു ആകട്ടെ, യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവിടെ ഒരു അഭിനയിച്ചു. ഭാവിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് പോകേണ്ട സമയമായി, അവരെത്തേണ്ട സ്ഥലത്തെത്തി, വീടെത്താറായി, അവർ ഉദ്ദേശിച്ച സ്ഥലം എത്താറായപ്പം യേശു ആകട്ടെ യാത്ര തുടരുകയാണ്, ഇനി മുന്നോട്ട് പോവുകയാണെന്ന് ഭാവിച്ചു. അങ്ങനെ ഭാവം മുഖത്ത് വന്നു. യേശു അവരുടെ കൂടെ പോകാൻ തയ്യാറാകാതെ നേരെ പോകാൻ ഭാവിച്ചു. അപ്പോൾ അവർ ചെയ്തത്, അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോടുകൂടെ താമസിക്കുക. അതാണ് ഈ വാക്യങ്ങളുടെ ഒരു പ്രധാനപ്പെട്ടത്. അവരുടെ ഒരു പ്രത്യേകത, ഇത്രയും നാൾ കൂടെ നടന്ന ദൈവത്തെ 60 സ്താദിയോൻ പ്രതിസന്ധിയിൽ മനസ്സ് കലങ്ങിയ അവസ്ഥ കൂടെ നിന്ന ദൈവത്തെ, കൂടെ നിന്ന ആളെ
അവര് പറയാ നീ പോകരുത്. നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോടൊത്ത് വസിക്കുക. ആമേൻ. ഇതാണ് നിങ്ങളും ഞാനും ചെയ്യേണ്ട. എന്തിനാ ഈ വചനം നിങ്ങളെ കേൾപ്പിക്കുന്നത്? കേവലം ഏതെങ്കിലും ഒരു അനുഗ്രഹം മേടിച്ച് യാത്ര പോകാനല്ല, ദൈവത്തെ കൂടെ നിർത്താൻ, ദൈവത്തെ നിർബന്ധിക്കണം. ദൈവമേ എന്റെ കൂടെ വസിക്കണം, എന്റെ കുടുംബത്തോടൊപ്പം നിൽക്കണം, എന്റെ സാഹചര്യം ഇതാണ്, പോകരുത്, എന്റെ കൂടെ വസിക്കണമെന്ന് അവർ പറഞ്ഞു നിർബന്ധിച്ചു. എന്നാ നീ പൊക്കോ, നിന്റെ യാത്ര നടക്കട്ടെ, ഞങ്ങൾ ഇവിടം വരെ ഉള്ളൂ എന്ന് സാധാരണ കേവലം മനുഷ്യരുടെ കൂട്ടിൽ നിന്ന് പിരിഞ്ഞ് നമ്മൾ അവരവരുടെ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ പറയില്ലേ, എന്നാ ഞാൻ ശരി എന്നാ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു പോകില്ലേ? അങ്ങനെ ഒരു യാത്രയായപ്പല്ല ഇത്. അവര് പറഞ്ഞു നീ പോകരുത്. അവർ അവനെ നിർബന്ധിച്ചു പറഞ്ഞു പോകരുത്. നിർബന്ധിച്ചു, വെറുതെ പറഞ്ഞു പോകരുന്നല്ല, നിർബന്ധിച്ചു പറഞ്ഞു പോകരുത്. എന്ത് പറഞ്ഞു? ഞങ്ങളോടുകൂടെ താമസിക്കുക. നേരം വൈകി, പകൽ അസ്തമിക്കാറായി. അവൻ ആ ക്ഷണം അങ്ങ് സ്വീകരിച്ചു. ഇന്നും അങ്ങനെയാണ്. അന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നും ഇങ്ങനെയാണ്. നമ്മൾ ദൈവമേ എന്നെ ഉപേക്ഷിച്ച് പോകരുതേ, എന്റെ ഭവനത്തെ തള്ളിക്കളയരുതേ, എന്റെ പ്രാർത്ഥന ഉപേക്ഷിക്കരുതേ, എന്നെ കളഞ്ഞു പോകരുത് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ നിന്റെ ക്ഷണം സ്വീകരിച്ച് നിന്റെ കൂടെ നിൽക്കും, ഒപ്പം നിൽക്കും. അങ്ങനെ ഒരു നല്ല ദൈവത്തെയാണ് ഈ ദൈവവചനം പരിചയപ്പെടുത്തുന്നത്. ഒപ്പം നിന്നു. ഇനി അടുത്ത വാക്യം, 20-ാമത്തെ വാക്യം. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അവിടെ ഒരു ശുശ്രൂഷ നടക്കുവാണ്. അപ്പം മുറിച്ചു കൊടുത്തു. അടുത്ത വാക്യം, അപ്പോൾ അവരുടെ കണ്ണുകളെ തുറന്നു. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അപ്പം മുറിച്ചു കൊടുത്തു. അപ്പം മുറിച്ചു കൊടുത്താണ് അവരുടെ കണ്ണുകളെ തുറന്നത്, ജീവിതത്തെ തുറന്നത്, ജീവിതത്തെ അനുഗ്രഹിച്ചത്. ഇന്ന് അപ്പത്തിന് പകരം ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ദൈവം മുറിച്ചു തരുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം മുറിച്ചു തരുന്ന സമയമാണിത്. ദൈവത്തിന്റെ വചനം അപ്പം കണക്കെ വചനം പറഞ്ഞും പ്രസംഗിച്ചും പ്രഭാഷണത്തിലൂടെയും മുറിച്ച് നിങ്ങളുടെ നേരെ നീട്ടി. അവിടെ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമുണ്ട്. അപ്പം മുറിച്ച് അവരുടെ നേരെ നീട്ടി. ഇതുപോലെ ദൈവവചനം മുറിച്ച് അത് പ്രസംഗത്തിലൂടെ പാട്ടിലൂടെ നിങ്ങളുടെ നേരെ നീട്ടുന്ന സമയമാണിത്. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവർ തിരസ്കരിച്ചോ അത് സ്വീകരിച്ചോ എന്ന്. അവർ അത് സ്വീകരിച്ചു എന്ന് വ്യക്തമാണ് ആ വാക്യത്തിൽ. അവർ അവനെ തിരിച്ചറിഞ്ഞു. അവർ അവനെ കണ്ണുകൾ തുറന്നു. ഈ അപ്പം അവരുടെ നേരെ നീട്ടിയപ്പം അവർ അവനെ തിരിച്ചറിഞ്ഞു. അവരുടെ കണ്ണുകൾ തുറന്നു. ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറി. പ്രിയപ്പെട്ടവരെ, ഇതാ ദൈവവചനം മുറിച്ചു നൽകുന്ന സമയം നിങ്ങളുടെ നേരെ നീട്ടി. സുഹൃത്തെ, കുഞ്ഞെ, ഇതാ ദൈവത്തിന്റെ വചനം. ഇതാ ദൈവത്തിന്റെ വചനം നിന്നോട് സംസാരിക്കുന്നു. ഇതാ ദൈവത്തിന്റെ വചനം നിന്നോട് നിന്റെ നേരെ നീട്ടിയിട്ട് ദൈവം പറയുന്നു, ഇതാ ദൈവത്തിന്റെ വചനം സ്വീകരിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മുറിച്ചു തരുന്ന ഈ സമയം എന്താണ്? ഇത് ദൈവത്തിന്റെ വചനം മുറിച്ച് പ്രിയപ്പെട്ടവരായ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്ന സമയമാണ്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്കും. നിങ്ങൾ ദൈവവചനം കാണുന്നു, അത് സ്വീകരിക്കുന്നു, അത് വിശ്വാസത്തോടെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും ബന്ധുക്കൾക്കൊക്കെ അത് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ആ വചനം മുറിച്ചു കൊടുക്കുന്ന വലിയ ശുശ്രൂഷയാണ് നിങ്ങളുടെ കൈകളിലൂടെ ദൈവം ചെയ്യുന്നത്. അനേകരുടെ കണ്ണു തുറക്കാൻ നിങ്ങളുടെ കൈകളെ ദൈവം ചിലപ്പോൾ പ്രയോജനപ്പെടുത്തും. നിങ്ങളുടെ വചനം മുറിച്ചു കൊടുത്തു, അവരുടെ കണ്ണ് തുറന്നു. എന്നിട്ട് എഴുതിയിരിക്കുന്ന വാക്ക് 32-ാമത്തെ വാക്യം, അവർ പരസ്പരം പറഞ്ഞു വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം. അതാ ഇവിടെ ഒരു കാര്യമുണ്ട്. 60 സ്താദിയോൺ ദൂരെ യാത്ര ചെയ്ത അവരോട് ഈ കൂടെ നടന്നയാള് പറഞ്ഞുകൊണ്ടിരുന്ന ലോക വിവരങ്ങളല്ല, നാട്ടുവിശേഷങ്ങളല്ല. അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ നമ്മളോടുകൂടെ ഇരുന്ന് വിശുദ്ധ ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ചു തന്നപ്പോൾ, അപ്പോൾ കൂടെ നടന്ന സമയത്ത് മനസ്സ് പേടിയും മുഖം മ്ലാനവതരിരുന്ന് അവരെ ബലപ്പെടുത്തിയത്, യേശു പോലും കൂടെ നിന്ന് ബലപ്പെടുത്തിയത് ദൈവത്തിന്റെ വചനങ്ങൾ, ലിഖിതങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ്. അവര് പറയുവാണ്, അവൻ നമ്മളോട് വിശുദ്ധ ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ച് തന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? കെട്ടുപോയ നമ്മുടെ മനസ്സ്, തളർന്നുപോയ നമ്മുടെ മനസ്സിനെ എഴുന്നേൽപ്പിച്ചത് അവന്റെ വാക്കുകളല്ലേ? ഇന്നും അങ്ങനെയാണ്. നിങ്ങളുടെ യാത്രയിൽ നിങ്ങളെ ജ്വലിപ്പിക്കുന്നത്, നിങ്ങളുടെ മനസ്സിനെ, ശരീരത്തെ, ആത്മാവിനെ എഴുന്നേൽപ്പിക്കുന്നത്, ബലപ്പെടുത്തുന്നത് ദൈവത്തിന്റെ വചനമാണ്. യേശു പോലും തളർന്ന അവരെ
60 സ്ഥാദിയോൻ കൂടെ നടന്ന് വിശുദ്ധ ലിഖിതങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ എഴുന്നേൽപ്പിച്ചു. അവരുടെ കണ്ണു തുറന്നു, അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതിനുള്ള സമയമാണിത്. എന്തിനാണ് ഈ വചനം കേൾപ്പിക്കുന്നത്? എന്തിനാണ് ഈ വചനം കേൾപ്പിക്കുന്നത്? ദൈവം എന്തിനാണ് ഇങ്ങനെ ഒരു അവസരം തന്നത്? എന്തിനാണ് നിങ്ങളെ ഇത് കേൾപ്പിക്കുന്നത്? ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത വിവേകമതിയായ ഒരു മനുഷ്യനാകാനാണ് ഇതൊക്കെ കേൾപ്പിക്കുന്നത്. എന്തേലും എങ്ങനെയേലും ജീവിക്കാനല്ല, എവിടെയേലും എപ്പോഴേലും എങ്ങനെയേലും ഒക്കെ പോകാനുമല്ല. ആഴത്തിൽ ഒരു കുഴി കുഴിക്കാൻ, പാറമേൽ ഒരു അടിസ്ഥാനമിടാൻ, അങ്ങനെ നല്ലൊരു അടിസ്ഥാനമിട്ടൊരു ഭവനം പണിയാനാണ് നിങ്ങളെ ഈ വചനം കേൾപ്പിക്കുന്നത്. കാറ്റു വന്നു, വലിയ മഴയുണ്ടായി, വലിയ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉണ്ടായി. അതിനെ തകർക്കാൻ കഴിയാത്ത വിധം അത് ഉറപ്പുള്ളതായിരുന്നു. അത് പാറമേൽ അടിസ്ഥാനമിട്ടതായിരുന്നു. ഈ വചനം എന്തിനാ മുറിച്ചു നൽകുന്നത്? നിന്റെ നേരെ, നിന്റെ കുടുംബത്തിന് നേരെ, സുഹൃത്തെ, നിന്റെ നേരെ ഈ വചനം നീട്ടുന്നത് പാറമേൽ അടിസ്ഥാനമിട്ട് കാറ്റു വന്നാലും, പ്രതികൂലങ്ങൾ വന്നാലും, വെല്ലുവിളി വന്നാലും, ഒറ്റപ്പെടൽ വന്നാലും, നിരാശ വന്നാലും, നീ എന്ന നിന്റെ ജീവിതം, നിന്റെ കുടുംബ ജീവിതം, നിന്റെ ഭാവി ഒരു കാരണത്താലും തകർന്നു പോകാതിരിക്കാൻ നീ പാറമേൽ അടിസ്ഥാനം ഇടണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ വചനം നിനക്ക് മുറിച്ചു നൽകുന്നത്.